അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സിറ്റ് ഔട്ടിൽ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സീനത്ത്. ഇപ്പോൾ അവൾ പഠിക്കുവാൻ വേണ്ടി മറ്റൊരു കോളേജിൽ ചേർന്നിട്ടുണ്ട്, അതും അവളുടെ ഇഷ്ടപ്രകാരം. എന്നാൽ വീടിൻ്റെ മുമ്പിലേക്കതാ ഒരു കാറ് വരുന്നു. ശരിക്കും ആ ഒരു കാറ് കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടി. ഇവിടേക്ക് കാറോ? എന്നാൽ ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നത് മറ്റാരുമായിരുന്നില്ല, ഷമീർ SI ആയിരുന്നു. ഒരു നിമിഷം അവൾ കണ്ടു അത്. എന്നാൽ അവൾ പെട്ടെന്ന് അകത്തേക്ക് ഓടി. ഉമ്മ, ഉമ്മ, എന്താ അടി കിടന്ന് കാറിന്? ഉമ്മ അങ്ങോട്ട് നോക്കി. ആ തന്തന്തിന് ഇങ്ങോട്ട് ഇപ്പോൾ വന്നത്? മോളിജ് ആരെ കാര്യം പറയണത്? അതെ, ആ ഷമീറത വന്നിക്കണ്. ഇനിയും എൻ്റെ പെണ്ണ് ആലോചിക്കാൻ അങ്ങനെ വരികയാണോ? എൻ്റെ പൊന്നാര പെണ്ണിച്ചൊന്ന് അടങ്ങ്. അന്നപ്പം പെണ്ണാലോചിക്കാൻ വരണ്ടില്ലേനു. ഇജ്ജ് അതൊക്കെ എൻ്റെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ എനിക്കിപ്പോഴൊരു അഹങ്കാരമുണ്ട്. എന്നെപ്പോഴും തേടി തെരിഞ്ഞ ആൾക്കാർ വരും എന്നുള്ളത്. തേടി തിരിഞ്ഞ ആൾക്കാർ വരുമൊന്നുമില്ലല്ലോ, സൗന്ദര്യത്തിന് എനിക്ക് കുറവൊന്നുമില്ലല്ലോ എപ്പോഴും. അതൊക്കെ ശരി തന്നെയാണ്. പെറ്റ കുട്ടിനെ വരച്ച് നോക്കണില്ലല്ലോ, അത് ഗൾഫിലല്ലേ. എങ്ങനെങ്കിലും കഴിഞ്ഞോട്ടെ. ഓല് എന്തൊരു സുഖത്തിന് മാപ്പിളയും പെണ്ണുങ്ങളും കഴിയുക, പിന്നെന്താ കുട്ടിനെയും കൊടുക്കണ്ടേ? എന്താന്നില്ലേ? എന്തിനാ ഷമീർ ഇപ്പം ഇങ്ങോട്ട് വന്നത്? പൊന്നാര പെണ്ണ് ഒന്നിനും വന്നതല്ല, ഇജ് അടങ്ങിക്ക്. അപ്പം ഉമ്മാക്കൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലേ? എന്നാൽ ബാപ്പയെ വിളിച്ചു. ഇത് നോക്കി, ഉപ്പ തോട്ടത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ഇങ്ങോട്ട് നോക്കി. അതെ, അതാ പോലീസുകാർ വന്നിക്കണ്. ആര്? ഷമീറോ? എന്നാൽ ഈ സമയം ഷാഹുൽ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് കിടക്കുകയായിരുന്നു. അവൻ റൂമിൽ. ഡ്യൂട്ടിക്കൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും ഇറങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. കൂടെയുള്ള പണിക്കാരെ പറഞ്ഞേക്കും, വർക്കും കാര്യങ്ങളൊക്കെ പണിക്കാരെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് പതിവ്. ഏതായാലും നൂറയുടെ വീട് പണി നടക്കുന്ന സമയത്താണല്ലോ ഇങ്ങനെ ഒരു അപകടമൊക്കെ ഉണ്ടായത്. സാരല്ല, ഏത് ബാപ്പാരായാലും ചെയ്യുന്നതന്നെയല്ലേ. അതൊന്നും സാരല്ല, ഒക്കെ മാറിക്കോളും. ഓള് റാഹത്തായി സുഖമായി ജീവിച്ചാൽ മതി, വേറൊന്നും വേണ്ട എനിക്ക്. അതായിരുന്നു അവൻ്റെ ചിന്തകൾ. എന്നാൽ ഈ സമയം മോനെ, മോനെ, ഉമ്മ വാതിൽ തള്ളി തുറന്നു. ഉമ്മ എന്തേ? ഉമ്മ മോനെ ഒന്ന് നീച്ചാണേ. എന്തേ ഉമ്മ? അവൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എടാ, അതെ, മറ്റേ ആസിഫ് സാറും ഷമീർ സാറും വന്നിക്കണ്, ഒന്ന് നീച്ചേക്ക്. ആണോ പഠിച്ചോനെ? അങ്ങനെ അതാ അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അവർ സിറ്റ് ഔട്ടിലേക്ക് കയറുവാൻ നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും. പഠിച്ചോനെ, അർദ്ദുവലൈക്കും അസ്സലാം. കയറിയിരിക്കേ. എങ്ങനെയുണ്ട് ഷാഹുൽ കാലൊക്കെ? കുഴപ്പമില്ല, ഇപ്പോൾ കുറവുണ്ട്. ഡ്യൂട്ടിക്ക് പിന്നെ ഞാൻ പണിക്കാരെ പറഞ്ഞേക്കണേ, 2-3 പേരുണ്ട്, അവരെ ഞാൻ പറഞ്ഞേക്കും. ഓർഡറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഓരോ ഡിസൈൻ മോഡൽ. ഇങ്ങനത്തെ അലമാര വേണം, അങ്ങനത്തെ വേണം, വാഷ് ബേസിൻ്റെ അവിടെ അങ്ങനത്തത്, കബോർഡ് വർക്ക് കാര്യങ്ങൾ. ഇപ്പോൾ അങ്ങനത്തെ വർക്ക് തന്നെ അല്ലേ. മെറ്റീരിയൽ എങ്ങനെ ഉണ്ടടാ? എന്താ, ചെതലും പിടിക്കൂല, നനഞ്ഞാലും പ്രശ്നമല്ല. അതുകൊണ്ട് പിന്നെ നോ പ്രോബ്ലം. എല്ലാവരും അതിനാണ് യൂസ് ചെയ്യണത്. ഭയങ്കര ഹൈ ക്വാളിറ്റി അല്ല, തീ തട്ടാത്ത ഭാഗത്ത് ഒക്കെ, ബാക്കി മുഴുവനും ഇത് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാം. അങ്ങനെ. എന്നാലും ഇരിക്കൂ. അപ്പോഴേക്കും ഉപ്പ വന്നു. മക്കളെ, ഉപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കേ മോനെ ഷമീറേ. ഏതായാലും എന്നാൽ സീനത്ത് അകത്തേക്ക് പോയിരുന്നു. ഉമ്മ എന്തിനാ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരെ സ്വീകരിക്കണേ? ഇന്നെന്താ പെണ്ണ് കാണാൻ വീണ്ടും വരുന്നുണ്ടോ ഓനെ? ഉമ്മാനോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതിനെന്നെ കിട്ടൂലെന്ന്. ആരടി എന്നെ പെണ്ണ് കാണാൻ വന്നത്? ആരും എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടില്ല. അതെ, അവർ കല്യാണം പറയാൻ വന്നതാ. കല്യാണോ? കല്യാണം തന്നെ. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ വേറെ കല്യാണം കഴിക്കാനൊക്കെ ഓർക്ക് ഇങ്ങനെ ധൈര്യം വന്ന്. പിന്നെ നീ പറയുന്ന പോലെയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ. അതെ, അവിടുത്തെ DGP സാറിൻ്റെ മോൾ ആയിഷ എന്നുള്ളൊരു സുന്ദരി പെണ്ണുണ്ട്. മൂപ്പര് മോള് SI സാറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണക്കാരും സെറ്റാക്കി. ഇപ്പം അൽഹംദുലില്ലാ പോലെ കല്യാണം നടത്തുകയാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഇനി കല്യാണം നിക്കാഹ് ഒപ്പാണോ അറിയില്ല. എന്തായാലും എല്ലാവരെയും വിളിച്ചൊരു പാർട്ടി നടത്തണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണ് സംഭവം. അങ്ങനെ അത് ഉമ്മ അപ്പോഴേക്കും അവർക്ക് ചായ ഉണ്ടാക്കി. ഇതട്ടോ ചായ കുടിച്ചോളി. ഉമ്മ ചായ ഒന്നും. എന്നാൽ ആസിഫ് സാറ് പറഞ്ഞു, ഉപ്പ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, നമ്മുടെ ജീവിതത്തിൽ പഠിച്ചവന് ഓരോന്നൊക്കെ വിധിച്ചിട്ടുണ്ടാവുമല്ലോ. ഷമീറിന് പുതിയാപ്പിളായി കയറാനുള്ള ഭാഗ്യം ഇവിടെ അല്ല, അത് കൂട്ടിയാൽ മതി മോനെ. എന്നാൽ ആ പിതാവ് കണ്ണുകൾ തുടച്ചു. സാരമില്ല ഉപ്പ, കാരണം നമുക്ക് ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളൊക്കെ വന്നാലോ, അതും സഹിക്കണ്ടേ. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, റാഹത്താണല്ലോ മോനെ. ശരി തന്നെയാണ്, പക്ഷേ നല്ല ബന്ധങ്ങളൊക്കെ അങ്ങ് കൈയൊഴിഞ്ഞ് പോവുകയെന്ന് പറയുമ്പോൾ അതൊരു ഇടങ്ങാറാണ്. എൻ്റെ ഷെഫി ഓൻ എത്ര നല്ലൊരു പുതിയാപ്പിള ചെക്കനായിരുന്നോ. ഒരു തെറ്റിലേക്കും പോകരുതെന്ന് കരുതിയിട്ട് നല്ലൊരു മൂല്യരെ കൊണ്ട് കെട്ടിച്ചത്. എന്നിട്ടിപ്പോൾ എന്തായി?
കാര്യങ്ങളൊക്കെ സാരല്ല എല്ലാം. പിന്നെ ഷമീറിനെ കുറിച്ചും എൻ്റെ കുട്ടിയെ രക്ഷിച്ചല്ലൊരു കാലത്ത്, അതന്നെ വലിയത്. അല്ല, അവളിപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് അവളായിരുന്നു സിറ്റ് ഔട്ടിൽ ഇരുന്നിരുന്നത്. സഫീറിൻ്റെ ആ ഒരു ചോദ്യത്തിന് ഉപ്പ പറഞ്ഞു, ആയിരിക്കും. അല്ല, പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു കണ്ടോ, അതോ ഞാൻ ചോദിച്ചത്. എന്തായാലും ഇവൻ്റെ കല്യാണമാണ് ഈ മാസം, അടുത്ത മാസം 4-നാണ് കല്യാണം. അപ്പോൾ എല്ലാവരും വരിക. പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം നടത്തുന്നത്. അതായത് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ, പാടവരമ്പത്താണ്. പിന്നെ സൗകര്യങ്ങൾ കാര്യങ്ങൾ കുറവായിരിക്കും. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓഡിറ്റോറിയത്തിൽ, അതും DGP സാറാണത് എടുത്തത്. കാരണം കല്യാണം ഫുള്ളായിട്ട് അവിടെ തന്നെ, അല്ലാതെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും പോലും വരുമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് വീട്ടിലേക്ക് പോവാം, അങ്ങനത്തെ രീതിയിലാണ് ആക്കിയിട്ടുള്ളത്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഷാഹുൽ, അപ്പോൾ മറക്കരുത് കേട്ടോ. ഉമ്മ, അപ്പോൾ കല്യാണത്തിന് ആയിക്കോട്ടെ മോനെ, നല്ല റാഹത്തായി കഴിയട്ടെ. കാരണം നമുക്ക് വിധിച്ചതല്ലേ നമുക്ക് കിട്ടുള്ളൂ. പഠിച്ച റബ്ബ് നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവൂലേ, അതും വിധിച്ചിട്ടില്ല എന്ന് കൂട്ടിയാൽ മതി, സാരമില്ല. എന്നായിക്കോട്ടെ. എന്നാൽ DGP സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, നല്ല മോളാകട്ടെ. കാരണം എന്താണെന്നോ, ഭർത്താക്കന്മാരെ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ എല്ലാവരോടും സൽസ്വഭാവമുള്ള മക്കളായി കഴിഞ്ഞാലേ ജീവിതം നന്നാകും. പഠിച്ചോ ഹൈറിലാക്കട്ടെ മോനെ. നിങ്ങളെ വിവാഹത്തിന് ഇൻഷാ അല്ലാ ഞങ്ങൾ വരും കേട്ടോ. എന്നാൽ ഷമീർ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഉമ്മയുടെ മുഖത്ത് നല്ല നിരാശയുണ്ടായിരുന്നു. കാരണം ഒന്നുമല്ല, തൻ്റെ മകളുടെ ഭാവി ഓർത്ത്. അതെ, അവർക്കൊക്കെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ മനംമാറ്റം അതവരെ എല്ലാവരെയും വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചിരുന്നു. മോനെ, പഠിച്ചോ ഹൈറിലാക്കട്ടെ കേട്ടോ. എന്നാൽ എല്ലാവർക്കും അത് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇൻഷാ അല്ലാ വരണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് പോകട്ടോ. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അല്ലുമ്മ, ഇനി കുറച്ചുകൂടെ പറയാനൊക്കെ ഉണ്ടേ, നേരിട്ട് ക്ഷണിക്കാൻ ഉള്ളവർ അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് എത്തിപ്പെടാത്തതൊക്കെ ഒന്ന് വിളിച്ചും പറഞ്ഞിട്ട്. അപ്പോൾ DGP സാറിൻ്റെ വീട്ടിൽ നിന്ന് അവരെ ചില വലിയ കല്യാണമാണ്, എല്ലാ VIP കളൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ പറയാം, എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർ, എനിക്ക് കുറച്ച് എൻ്റെ കുടുംബങ്ങളെ മാത്രമേ എനിക്ക് വിളിക്കാവുള്ളൂ. ഒരുപാടൊന്നും ഫാമിലീസൊന്നും എനിക്കില്ല. അത് മാത്രമല്ല, അത്ര വലിയ കമ്പനിയും ഇല്ലല്ലോ. ഞാനും എൻ്റെ ഉമ്മയും ഞങ്ങളുടെ കൃഷിയിടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് പോവുമല്ലേ. പിന്നെ നമ്മൾ അറിയണ അയൽവക്കക്കാർ, അങ്ങനെയൊക്കെ അയൽവാസികളെന്ന് വെച്ചാൽ കുറച്ച് അപ്പുറത്താണ്. പിന്നെ ഉമ്മാൻ്റെ ഫാമിലിയിൽപ്പെട്ട അവർ കുറച്ച് അങ്ങനെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ DGP സാറ് പറഞ്ഞു, നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ ഒരൊറ്റ കല്യാണം അങ്ങനെ ആക്കാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാ വരണം കേട്ടോ. ആയിക്കോട്ടെ. ഏതായാലും പഠിച്ചവനെ അള്ളാഹു ഹൈറിലാക്കി തരട്ടെ, ഉമ്മ അപ്പോഴും പറഞ്ഞു. അങ്ങനെ അതാ ഷമീറും അൻസാറും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അകത്ത് നിന്ന് സീനത്ത്, പഠിച്ചോ ഹൈറിലാക്കട്ടെ എന്ന് എന്താന്നില്ലേ. ഉമ്മക്ക് വേറുള്ളൊരു സുഖമായിട്ട് ജീവിക്കണ കാണാൻ വലിയ ഇഷ്ടമാണ്. സ്വന്തം മക്കളെ കാര്യം ഓർക്കൂല, സ്വന്തം മക്കളെ കാര്യത്തിനെ കുറിച്ച് ഒന്നും ഒരു ചിന്തയില്ല. വേറുള്ളവർ എങ്ങനെ അതിനനുസരിച്ച് അങ്ങോട്ട് മൂളി കൊടുക്കും. ഹൈറിലാക്കട്ടെ, എന്താ അഭിനയം. എന്താ മോളെ ഈ പറയണത്? നമ്മളൊരു നഷ്ടമാണത്, അതൊക്കെ നമ്മളുടെ നഷ്ടം തന്നെയാണ്. നിനക്ക് ജീവിതത്തിലേക്ക് വന്ന 2 ആൾക്കാരാണ് നീ വലിച്ചെറിഞ്ഞത്. എന്നിട്ട് ഏതോ ഒരു ആൾക്കാരെ കൂടെ പോകാൻ നിനക്ക് ഒരു കുഴപ്പമില്ല. ദീനും മതവും ഇല്ലാത്ത കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്ന ഓരോ തെമ്മാടികളുടെ കൂടെ പോകാൻ നിനക്ക് ഇഷ്ടമാണ്. അതെ, ഓൾക്ക് സ്നേഹമൊക്കെ ഉണ്ടാവും. സ്നേഹം ഞാൻ കണ്ടു. എന്തേലും എൻ്റെ അവസ്ഥ എന്നെ രക്ഷിച്ച് തോന്നണം. ആ ഒരു ഓർമ്മ പോലും എനിക്ക് ഉണ്ടായില്ലല്ലോ. ഉമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ? അല്ല, പിന്നെ എപ്പോഴും ഇതിനെക്കുറിച്ച് എന്നെ ചിന്ത. എടി, എൻ്റെ ആദ്യത്തെ ഭർത്താവ്, അതിനെ ചെന്ത കാട്ടിൻ്റെത്. രാജേഷിൻ്റെ ഒപ്പം കൂടിക്കാണ്ട് അതിനെ ചതിക്കല്ലായിരുന്നു എത്ര പ്രാവശ്യം. എന്നെ കൊണ്ടൊന്ന് ഇമ്മ ഈ കഴിഞ്ഞ കഥ ഇനി പറയണ്ട. ഞാനിതല്ല, ഞാൻ എൻ്റെ അപ്പുറം ചെയ്യും. നിങ്ങൾക്ക് ഇപ്പം എന്താ? എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുക, ആരും ഇതിൽ ഇടപെടുന്നെ വേണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. എന്നാൽ ഉമ്മ മിണ്ടാതിരുന്നു. സീനത്തെ, എന്നോട് ഞാൻ മിണ്ടാനില്ല, എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കും. ആ പിഞ്ച് പൈതലിനൊക്കെ കാണാൻ എന്തൊരു പൂതിയുണ്ട്. പൂത്തി വെച്ചാൽ ആ കുട്ടീനെ അവിടെ കൊണ്ടുപോയി കൊടുക്കല്ലോ. എന്തൊക്കെ വെച്ച് കാട്ടിക്കൂട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. റബ്ബേ, ഇങ്ങനത്തെ ഒരൊറ്റ ഒന്നും മതി സമാധാനം ഇല്ലാതാകാൻ. ഞാനെന്താ മരിക്കണോ? മരിക്കണേ, ഞാൻ മരിച്ചോളാം. എനിക്കിപ്പോൾ അങ്ങനത്തൊന്നുമില്ല, മരിക്കണമെന്നില്ല. എനിക്ക് എവിടെ പോലും എന്നെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. എന്നെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ചെന്ന് പെട്ടും ചെയ്തല്ലേ ജെ. കുറച്ചൊക്കെ പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികളായാലും നല്ല മാനമര്യാദയിൽ ജീവിക്കണം. കുറച്ചൊക്കെ തള്ളയും തന്നും പറഞ്ഞതും കേൾക്കണം. ഇത് തള്ളയും തന്തയും പറഞ്ഞത് കേൾക്കാൻ അവൻ്റെ ഇഷ്ടത്തിന് പോയി കൊയ്യി ചാടേണ്ട അവസ്ഥ ഒരു പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കണം. ഇനിയും ഈ വരുത്തല്ലേ ഉമ്മാ, മതി. എന്നാൽ ഉപ്പ, അതെ, നിങ്ങളൊന്ന് നിർത്തുമോ? എനിക്കൊരു തുള്ളി സമാധാനങ്ങൾ തരുമോ?
ഇത് നേരം വെളുത്ത തന്നെയുള്ള ഞാൻ കേൾക്കാനുള്ളത്. എന്നാൽ ആ പിതാവിന് ഷമീറിൻ്റെ കല്യാണമായി എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു ആയത്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ മകളെ അവൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു, സ്വീകരിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അവളായിട്ട് അതിൽ നിന്ന് പിന്മാറി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ സീനത്തെ എന്തിനായിരുന്നു എടി ഇതൊക്കെ നഷ്ടപ്പെടുത്തിയത്? ഉപ്പ നിങ്ങളോട് കെട്ടിക്കോളി. അല്ല പിന്നെ എടി ഉപ്പയുടെ തർക്കുത്തരം പറയുന്നോ? പിന്നെ എന്താ, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. ഞാനേ മാപ്പിളയും കുട്ടികളൊന്നുമില്ലത് ഒറ്റക്കൊന്ന് ജീവിച്ചു നോക്കട്ടെ. ആ ജീവിതം നല്ല ഹാപ്പി ആയിരിക്കും. മറ്റേത് മറ്റുള്ളവരെ കീഴിൽ നിൽക്കേണ്ടി വരും. ആര് കീഴിലജ് നിന്നത്? എടിയും ഉണ്ടല്ലേ, ഓൾ അങ്ങനെ പലതും വിളിച്ചു പറയും. അല്ല, ആര് കീഴിലാണ് നിന്നത്? ഞാൻ എൻ്റെ ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞ അയാൾ കീഴിൽ നിന്നു. ഓലെ വീട്ടിലത്തെ പണി ഇതും എടുത്ത് ഇടങ്ങാറായി. അങ്ങനെ പിന്നെ മറ്റോൻ്റെ ഒപ്പം പോയി. എന്നിട്ട് മറ്റോൻ്റെ ഒപ്പം പോയിട്ട് അയാളിങ്ങോട്ട് വേറുള്ളവർക്ക് ഇട്ടുകൊടുക്കും, പട്ടികൾക്ക് ഇട്ടുകൊടുത്തു അല്ലേ? അതല്ലേ? ഒന്നും മിണ്ടാതിരിക്കോ, പഴയൊന്നും ഓർമ്മിപ്പിക്കാതെ. എന്നല്ലടി അതൊക്കെ പറഞ്ഞത്? സീനത്തെ നല്ല ചേർക്ക് നടന്നോ? ഇപ്പ എന്നും ഉണ്ടാവില്ല, ഓർത്തജ് എന്നും എന്നെ നോക്കാനും ഇപ്പം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ കാര്യം ഇവിടെ കഷ്ടത്തിലാണ്ട അവസ്ഥയാവും. എരന്ന് നടക്കേണ്ടി വരും. പിന്നെ ഞാൻ അങ്ങോട്ട് പഠിച്ച് നടക്കണതേ എരന്ന് നടക്കാനല്ല. ഞാൻ നല്ലോണം പഠിച്ച് നല്ലൊരു ജോലി നേടും. എന്നിട്ട് എല്ലാവരും മുമ്പിലും ഒന്നേ എളിഞ്ഞ് നടന്ന് കാട്ടി കൊടുക്കണം. അന്ന ആരും എന്നെ കുറ്റപ്പെടുത്തിയില്ല. ഇജന്നാണ് അയക്ക് പോയത്. ഇപ്പോഴും ആ ഷമീറിൻ്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട്, വല്ലാത്ത വേദനയും വിഷമമുണ്ട്. അതിന് മുഖം കണ്ടാലറിയാം ശരിക്കും. എന്നാൽ ഈ സമയം കല്യാണം പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അതിനിടയിൽ അതാ നമ്മുടെ ആസിഫ് സർ പറയുന്നു, ഷമീർ എന്നാലും പാവാണല്ലേ, ആ മാതാപിതാക്കളെ കാര്യം ആലോചിക്കുമ്പോഴേ. അതേടാ, അവരുടെ മുഖത്ത് ശരിക്കും നല്ല ടെൻഷനുണ്ട്, കണ്ടാ അറിയാം. എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞതായിരുന്നല്ലോ അവരുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമായിരുന്നല്ലേ. ഇനി അത് ആലോചിക്കല്ലേ. ഇനി ആ പെൺകുട്ടി ആയിഷ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. കാരണം അത്രക്കും വലിയ കോടീശ്വരിയായ ആ പെണ്ണ് അത് ഒരു പാവപ്പെട്ട ഒരു SIൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പോരാന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലടാ. ആ പെണ്ണിൻ്റെ മനസ്സപ്പം നിന്നെ നല്ലോണം സ്നേഹിച്ചിരിക്കണം, അല്ലാതെ സ്വത്തും സമ്പത്തും ഒന്നുമല്ല. പിന്നെ നീ അതിനകത്തുള്ള സൗന്ദര്യം ഉണ്ടല്ലോ, ഏത് പെണ്ണുങ്ങളൊന്ന് വീണ് പോവുമല്ലോ. എൻ്റെ സാറേ, നിങ്ങൾ എന്നെ കളിയാക്കിയില്ല. ആടാ സത്യത്തിൽ നീ ഒരു പോലീസ് യൂണിഫോം കൂടി ഇട്ടപ്പോഴേ വല്ലാത്തൊരു മൊഞ്ച് കൂടിക്കണേ. ശരിക്കും ആസിഫ് സാറിൻ്റെ വാക്കുകൾ കേട്ട് അതാ ഷമീർ തല താഴ്ത്തി. എന്നാലും എൻ്റെ SI സാറേ, ഇത്ര പെട്ടെന്ന് DGP സാറിൻ്റെ മോളെ സെറ്റാക്കൊന്നും അറിഞ്ഞില്ല കേട്ടോ. സാറേ, ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് പോലില്ല. എനിക്കങ്ങനെ ചിന്തയില്ലായിരുന്നു. സത്യമായിട്ടും ഞാൻ വിചാരിച്ചിരുന്നു സീനത്ത് അവൾ ഏതായാലും ആ ഒരു അവസ്ഥയിൽ കഴിഞ്ഞു പോയതല്ലേ. ശരിയാണ്, ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും എങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ വരിക പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ചതി ചെയ്തു പോയി. ശരിയാണ്, ഓക്കെയാണ്. എന്നാലും പിന്നീട് അപ്പം നമ്മൾ ചിന്തിക്കൂലേ, അപ്പോൾ ആ സുഖത്തിനിടയിലും ആ സന്തോഷത്തിനിടയിലും വേറെ ഭാവി ജീവിതം നമ്മൾ നോക്കൂല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം അങ്ങനെ ഒരു ചതിയിൽ അവൾ പെട്ടുപോയി. പിന്നെ അവൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നെ സഹായത്തിന് വേണ്ടി വിളിച്ച ആ ഒരു നിമിഷങ്ങളൊക്കെ ഞാൻ ഓർത്ത് ഞാൻ വിചാരിച്ച റബ്ബേ, ഒരു പെൺകുട്ടിയെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചു. പക്ഷേ എന്താ ചെയ്യുക, അവൾക്ക് താല്പര്യമില്ല. അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരാഴ്ചയോളം അതിൻ്റെ ടെൻഷനിലായിരുന്നു. അതിനിടക്കാണ് ആയിഷ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് പോലും ഞാൻ ആയിഷയെ ശ്രദ്ധിക്കുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല. ആ കുട്ടിയാണ് എൻ്റെ ചിത്രം വരച്ചിട്ടും എന്നെ കണ്ട് കാര്യം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ. ആ കുട്ടി പാവം മോളാണ്, അങ്ങനെ പ്രശ്നക്കാരിയൊന്നല്ല. എന്താ ചെയ്യുക, അവൾ പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടിയത്, എനിക്ക് ഇങ്ങനെയുള്ള ചുറ്റുപാടാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു മോളാണത്. അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, പാവം മോൾ. ആ പെണ്ണ് ഇതൊന്നും അറിയും. എന്നോട് എനിക്ക് ഹലാലാണെങ്കിൽ പഠിച്ചോനെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം, ഹൈറാണെങ്കിൽ മാത്രം എനിക്ക് അദ്ദേഹത്തെ തരണം, അങ്ങനെയൊക്കെയാണ് ഇത്ര പറഞ്ഞത്. എന്തൊക്കെ തന്നെ ഓരോ ഉപ്പൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞപ്പോഴേ പിന്നെ ഇപ്പോൾ നമ്മളോടൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മളത് വേണ്ട എന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ്. എന്തൊക്കെ തന്നെയാലും അതാ ഷമീറിന് നല്ലൊരു മോളെയാണ് കിട്ടുന്നത്. അതും സീനത്തിനെ പോലെ തെറ്റുകൾ ചെയ്തതല്ല, ഒരിക്കലും വേണ്ടാത്തതിനൊന്നും കൂട്ടു നിന്നവളല്ല. അവൾ അവളുടേതായ നല്ല രീതിയിൽ ജീവിച്ച മോളാണ് ആയിഷയെക്കുറിച്ച് നമ്മുടെ ഷമീറിനൊന്നും പറയാനില്ല. നല്ല മോളാണ് എന്ന് മാത്രമേ ഉള്ളൂ. പഠിച്ചവനെ എന്നോ നിലനിർത്തി തരണേ അല്ലാ, അതായിരുന്നു അവളുടെ ചിന്ത. എന്നാൽ ഈ സമയം DGP സാറിൻ്റെ വീട്ടിലെ
ഉപ്പ മോളെ കൊഞ്ചിക്കുകയാണ് അപ്പോഴും. എൻ്റെ പൊന്നു മോളെ, എന്നാലും നീ നല്ലൊരു സുന്ദരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കണ്ടുപിടിച്ചത്. എൻ്റെ ഉപ്പ, ഞാൻ അങ്ങനെയൊന്നല്ല. എന്തെന്നറിയില്ല, ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ചുറ്റുപാടിനോടും ഒക്കെ ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാണ്. അല്ലാതെ ആയിക്കോട്ടെ പൊന്നു മോളെ, ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയാൻ കേട്ടോ, നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. കാരണം ഇത്രയും സൗകര്യത്തിൽ നിന്ന് കടന്നു പോയി നിനക്ക് അവിടുത്തെ ജീവിത സിറ്റുവേഷൻസ് കാര്യങ്ങൾ അതൊക്കെ നിനക്കൊരു പക്ഷെ ബുദ്ധിമുട്ടായി തോന്നും. പിന്നെ ആകാതിരിക്കട്ടെ എൻ്റെ ഉപ്പ, അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാലോ. ശരിയാണ്, മോൾക്കുള്ളതാണ് ഇതെല്ലാം. അങ്ങനെയല്ലേ ഉപ്പ പറഞ്ഞു എന്ന് മാത്രം. നല്ലോണം ക്ഷമിച്ച് ജീവിക്കണം കേട്ടോ. എന്നാൽ ഉമ്മ പറഞ്ഞു, അതെ നമ്മളെ മോൾക്ക് ക്ഷമയില്ലായൊന്നുമില്ല. അവൾ നല്ലോണം ക്ഷമിക്കുന്ന കുട്ടി തന്നെ. മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ. ഉപ്പയും പറഞ്ഞു, അതെ എൻ്റെ മോളുടെ സന്തോഷം അതാണ് എനിക്ക് വലുത്. ഇനി വെറും 4 ദിവസം മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത്. 4-ാം തീയതിയാണ് അതെ കല്യാണം. മാഷാ അല്ലാ, എല്ലായിടത്തും കല്യാണം പറയലും എല്ലാം കഴിഞ്ഞു. മകളുടെ വിവാഹത്തിന് വേണ്ടി അതാ DGP സാറിൻ്റെ വീടും പരിസരവും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഓഡിറ്റോറിയത്തിലേക്കാണ് കല്യാണം. അതായത് ഇവിടെ പാർട്ടി കഴിഞ്ഞിട്ട് അവിടേക്കാണ് നമ്മുടെ SI ഷമീർ പുതിയാപ്പിള വരുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ DGP സാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഈ സമയം അതാ നൂറയെ കെട്ടിച്ച വീട്ടിൽ ഉമ്മ മോനെ വിളിക്കുന്നു. മോനെ, ഈ നൂറനെ കൊണ്ടുവരാൻ പോകുന്നുണ്ടോ? ഞാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ പിന്നെ അത് എൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നത്? സുഖമില്ലാത്ത പെണ്ണിന് എൻ്റെ തലയിലാണോ നിങ്ങൾ വെച്ച് കെട്ടുക? ഓൾക്കൊരു കുഴപ്പമില്ല, ഈ ഓളെ പോയി കൊണ്ടെന്നാ. ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോളി. ഇതിപ്പോൾ ഇന്നലെയായിട്ട് തുടങ്ങിയതാണ് എന്നോട് പോകാൻ പറച്ചില്ലേ. എനിക്കതിനാവൂല എന്ന് പറഞ്ഞില്ലേ, എനിക്കത് ഇഷ്ടമല്ല. പിന്നെന്തിനാ? ഓൾക്ക് എന്താടോ ഒരു കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. പിന്നെ ആ പെണ്ണിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇഞ്ഞ് കിട്ടുന്നത് എങ്ങനത്തെ പറയാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും ഇല്ലാത്ത കുട്ടികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരെ കണ്ണീര് തട്ടും. പിന്നെ അതുമല്ല, പിന്നെ നിനക്ക് നിൻ്റെ അടുത്ത ഭാര്യ ഭയങ്കര പ്രശ്നക്കാരിയായിരിക്കും. അങ്ങനെ ഉള്ളിടത്തോളം എല്ലാ ചരിത്രം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. ഉമ്മ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അവൾ എനിക്കിനി വേണ്ട. എന്താ മോനെ നീ പറയുന്നത്? അതെ, അനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോയി കൊടുന്നോളാം അവളെ. എനിക്ക് അവളോട് ഒരു വിരോധമില്ല, നല്ല മോളാണത്. അനക്ക് എന്തിൻ്റെ കേടാ? എന്നാലേ ഉമ്മ തന്നെ ഉണ്ട് പോയിക്കോളി, അല്ലാതെ എന്നെ കാക്കണ്ട. പിന്നെ എൻ്റെ റൂമിലേക്ക് അവിടെ നിങ്ങൾ അവളെ കൊണ്ടുവരും വേണ്ട, മനസ്സിലായല്ലോ? ശരിക്കും മകൻ്റെ വാക്കുകൾ കേട്ട് ആ ഉമ്മ ഞെട്ടിത്തരിക്കുകയായിരുന്നു. ആ ഉമ്മ ആകപ്പാടെ സങ്കടപ്പെട്ടു. പഠിച്ചോനെ, ഇങ്ങനെ കൊടുന്നിട്ടിപ്പോൾ എന്താ? ആ പെൺകുട്ടി ആകെ ടെൻഷനായിട്ടുണ്ടാവും. വിളിച്ച് ചോദിച്ചും ചെയ്തു. എന്താന്നാ രണ്ടും കൽപ്പിച്ച് പോവന്നെ. ഫൗസിയ ഇങ്ങോട്ട് വരും, എന്തിനാ നീ അങ്ങനെ എങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴേക്കും ഫൗസിയ വിളിക്കുന്നു. ഹലോ, ആ ഉമ്മ എന്തായി? നിങ്ങൾ ഓളെ കൊണ്ടുവന്നോ? കൊണ്ടുവന്നോളി, വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യൂലേ? കൊടുന്നോളി, നോ പ്രോബ്ലം, പ്രശ്നമില്ല. ഓന് വേണ്ടെങ്കിൽ വേണ്ട, ഓനക്ക് വേറെ പെണ്ണിട്ടിച്ച് കൊടുക്കുക. എന്നാലും നമ്മൾ അടുക്കളയ്ക്ക് ഒരാളായില്ലേ. അതുമല്ല, വീട്ടിലത്തെ പണികളും കാര്യങ്ങളും നല്ല വൃത്തിയിലും വെടുപ്പിലും ചെയ്യുന്നതാണ് ആ പെണ്ണ്. ഓളിവിടെ നിന്നോട്ടെ, വേലക്കാരി ആയി നിന്നോട്ടെ. ഇനിയിപ്പോൾ എന്താ, ശമ്പളം കൂടിയും കൊടുക്കണ്ട. പിന്നെ ഓളെ മുമ്പക്ക് ഒരാളെ ഓൻ കെട്ടിക്കൊണ്ടുവരണമെങ്കിൽ ആയിക്കോട്ടെ, ഓല് തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. എന്നാലും നിങ്ങൾ കൊണ്ടുവരാതെക്കണ്ട. കൊടുന്നാളെ നിങ്ങൾക്ക് ഏതെങ്കിലും കാലുവേദനയൊക്കെ അല്ലേ? എനിക്ക് പിന്നെ ഇടയ്ക്ക് അവിടെ വന്ന് പണിയെടുക്കാനൊന്നും കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പറയണത്. എടി ഫൗസിയ, എൻ്റെ മനസ്സത്തെ ചിന്ത എങ്ങനെയൊക്കെയാണ് അല്ലേ? വേലക്കാരിയായിട്ട് അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരണമെന്നായി പറയണത്? ഒരിക്കലും വേലക്കാരിയായിട്ടല്ല, എൻ്റെ മോളെ പോലെ ഞാൻ അവളെ നോക്കിക്കൊണ്ട്, അല്ലാതെ വേലക്കാരിയായിട്ടല്ല. ഈ ഒന്നും അതിനെക്കുറിച്ച് നീ പറയണ്ട. ഉമ്മാക്കല്ലെങ്കിൽ ഞാൻ പറയുന്നത് പറ്റൂല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതാണ്. ഓള് പറയുന്നത് മാത്രം പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ എന്തും ദേഷ്യം. ഫൗസിയ, നല്ല രീതിയിൽ ഈ പറയുകയാണെങ്കിൽ ഞാൻ എന്നെ അംഗീകരിക്കും. ഇതിപ്പോൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കെട്ടിച്ച് വീട്ടിലൊരു വേലക്കാരിയുടെ റോളിലാണ് എന്നെ അവിടെ നിർത്തുന്നതെങ്കിൽ എനിക്ക് പറ്റുമോ? എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹവും എൻ്റെ ഭർത്താവിൻ്റെ കരുതലൊക്കെ ഇല്ലെങ്കിൽ നീ അവിടെ നിൽക്കുമോ? ഇല്ലല്ലോ. ഇതിപ്പോൾ അവൾക്ക് അതില്ലേ, ഓൻ്റെ തീരെ ഒരു മൈൻഡും വരുന്നില്ല. എന്താ ഇപ്പം ചെയ്യുക? ഞാൻ കൊണ്ടുവരണമെങ്കിൽ എൻ്റെ മോളെപ്പോലെ നോക്കും. മോളെപ്പോലെ നോക്കണ്ട, മോള് ഞാൻ നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. പിന്നെന്താ, ഓൾക്ക് എന്നോട് അത്രയ്ക്കും സ്നേഹമാണ്. ഞാൻ കൊണ്ടുവന്നോളാം. ഓൻ്റെ മനസ്സ് ഞാൻ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കൊടുന്നോളി. പിന്നെ ഓൻ്റെ റൂമിക്കൊന്നും കടത്തി വിടണ്ട, നിങ്ങളെ കൂടെ തന്നെ കെടുത്തിയും ചെയ്തുകൊണ്ട് നിലത്തൊരു പായിട്ട് കണ്ട്. ശരിക്കും ഫൗസിയുടെ വാക്ക് കേട്ടപ്പോൾ അതാ ഉമ്മക്ക് കണ്ണീരാണ് വന്നത്. ഈ ഒന്ന് വെച്ചാ ഉമ്മ ഫോൺ കട്ട് ചെയ്തു. ഉമ്മ ആകെ ടെൻഷനിലായിരുന്നു. പഠിച്ചോനെ എന്താ ഇപ്പം ചെയ്യുക? നൂറിനെ കൊണ്ടുവരത് കൊണ്ടാതൊക്കെ
അഥവാ കൊടന്നിട്ട് ആ ചെക്കൻ്റെ മുമ്പൊക്കെ എങ്ങാനും കണ്ടാൽ ചെക്കൻ വെച്ചേക്കൂല. വിശ്വസിക്കാൻ പറ്റില്ല. മക്കളെ വരെ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. സ്വന്തം മക്കളാണ്, മോനായാലും മോളായാലും. എനിക്ക് പറ്റേ വെറുത്തുക്കുണ്ട് രണ്ടിനോടും. ഈ പെണ്ണിനോട് കാട്ടുന്ന അവഗണനയും കാട്ടിക്കൂട്ടലും അതുകൊണ്ടാണ് ഞാൻ പറ്റേ വെറുത്തത്. നല്ല ബുദ്ധി കൊടുക്ക് റബ്ബേ വിറ്റങ്ങൾക്ക്. ശരിക്കും ആ ഉമ്മ ദുആ ചെയ്തു. എന്നാൽ ആ ഉമ്മ രണ്ടും കൽപ്പിച്ചു. നൂറയുടെ വീട്ടിലേക്ക് അതാ പോകുവാൻ വേണ്ടി നിൽക്കുന്നു. നൂറയെ കൊണ്ടുവരാൻ പോയാൽ അവൾ തിരിച്ചു വരുമോ? എന്തായിരിക്കും അവളുടെ ഹസ്ബൻഡിൻ്റെ പ്രതികരണം? ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.